നമ്മളിങ്ങനെ നാട്ടിൽ ചെറിയ ചെറിയ ലോക്കൽ പ്ലേസസ് മാത്രമേ കറങ്ങിയിട്ടുള്ളൂ. ഹൗ ഇസ് ദിസ് ഡോണറ്റ്സ്? സൂപ്പറാ? ഇഷ്ടപ്പെട്ടാ? ഉമ്മാൻ്റെ അടിച്ചു പൊളിക്കുന്നു. നാളെ വീലാണ്ട് പോകുന്നു. ഉമ്മ അടിച്ചു പൊളിക്കുന്നു. ആരെൻജോയ് ചെയ്തില്ലെങ്കിൽ എന്താ, ഉമ്മ എൻജോയ് ചെയ്ത് ജീവിക്കുന്നു. ചാനൽ ഇന്നലെ ബാംഗ്ലൂർക്ക് ട്രാവൽ ചെയ്ത് വന്ന ആ ഒരു ക്ഷീണം ഇപ്പോഴും കാണുന്നുണ്ട് കേട്ടോ. രാവിലെ ഇപ്പോൾ എണീച്ച് തന്നെ ജലദോഷം പിടിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ ക്ലൈമറ്റ് ആൻഡ് ബാംഗ്ലൂർ ക്ലൈമറ്റ് ചേഞ്ച് ആണല്ലോ. പിന്നെ അങ്ങനെ നമ്മൾ എനിക്കും തന്നെ 10 മണിയായി. സോ ഇപ്പോൾ എണീച്ചിട്ട് എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. സോ അതിന് ഇപ്പോൾ വാ കൊണ്ടുപോകും. ബ്രെഡും ബനാന കോഫി വയ്ക്കാമെന്ന് വിചാരിച്ചു. ടയർഡായത് കൊണ്ടിട്ട് ടയർഡും വായിക്കണ്. കറങ്ങിയിട്ട് പൂതി തീർന്നിട്ടില്ല കേട്ടോ. എനിക്കാണെങ്കിൽ കറങ്ങുന്നത് പറഞ്ഞാൽ നമ്മൾ കാറിൽ പോയതല്ലേ, ഫസ്റ്റ് ടൈമാണ് ലോങ് പോയതെന്ന് അറിയില്ല. പക്ഷെ ഞാൻ അവിടെ പ്ലേസ് എല്ലാം കറങ്ങിയതല്ല, എല്ലാം ഫസ്റ്റ് ടൈമാണ്. മീൻസ് ഫസ്റ്റ് പോയതാണ്. ഞാനങ്ങനെ ഒരുപാട് നാട് കറങ്ങിയിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ നാട്ടിൽ ചെറിയ ചെറിയ ലോക്കൽ പ്ലേസസ് മാത്രമേ കറങ്ങിയിട്ടുള്ളൂ. അത് വലിയൊരു ഓപ്പോർച്യൂണിറ്റീസ് എനിക്ക് എൻ്റെ ബ്രദർ തന്നതാണ്, അൽഹംദുലില്ലാ. പിന്നെ ഞാൻ കൂടുതലായിട്ട് ദുബായിലെല്ലാം ഉണ്ടായത്. ദുബായിലാണെങ്കിൽ അവിടെ ഒരു 5 to 6 days എല്ലാ പ്ലേസസ് ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയാണ് ഞാൻ കറങ്ങാത്തത്. ഇപ്പോൾ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദുബായിൽ ആരും കൊണ്ടുപോകാനില്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് നമ്മൾ ട്രാവൽ ടൈമിലൊക്കെ ഒരുപാട് ആൾക്കാർ മിസ്സൊക്കെ ചെയ്യുന്ന സമയം, ഓടി പോവുക ലോങ് അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഓടിച്ചിട്ട് ഇങ്ങനെ പോവുക ഭയങ്കര രസമുള്ള കാര്യമാണ്. പക്ഷേ സംടൈംസ് എന്തോ ഒരു മിസ്സിങ്ങും ഫീൽ ചെയ്തുകൊണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ പാല് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മതിയാവോ കോഫി എന്ന് അറിയില്ല. ഞാൻ വെള്ളം കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും കോഫി. ഞാൻ ജഗ്ഗിരി കോഫിയാണ് കേട്ടോ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. എനിക്ക് ചക്കര മീൻസ് പഞ്ചസാര ഇട്ട കോഫിയാണ് കേട്ടോ ഇഷ്ടമല്ല. ഇങ്ങനെ നമുക്ക് വീട്ടിലൊക്കെ വെക്കാം. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കേട്ടോ എനിക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്തൊക്കെയോ ഉണ്ടോയെന്നുള്ളത് കഴിയും. എല്ലാം വെള്ളം വയ്ക്കത്തെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് കിട്ടുന്നത് തണ്ണിപ്പാലാണ് കേട്ടോ. തണ്ണിപ്പാലാണ് കിട്ടുന്നത്. പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ചാൽ കോഫി തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. കോഫി എപ്പോഴും കട്ടിയായിട്ടുണ്ടാവണം. പിന്നെ ഫിഷ് വന്നിട്ടുണ്ട്. ഫിഷ് വാങ്ങണമെന്ന് നോക്കുകയാണ്. അതിനാണ് അവിടെ പോയിട്ട് വാങ്ങിയാലോ എന്നുള്ളത് നോക്കാം. എനിക്ക് ഏത് ഇഷ്ടമാണോ അത് വാങ്ങാമെന്ന് വിചാരിക്കുന്നത്. ഫിഷ് ആണെങ്കിൽ ഫിഷ്, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ. എന്തായാലും ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ. രാവിലത്തെ തെങ്ങും ബ്രെഡും ബനാന കൊടുത്തിട്ടാണ് ശരിയാക്കുന്നത്. അപ്പോൾ ആ ടൈമുമായി 10 മണി ടൈമായി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു 10-11 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 11-12 മണിക്കോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചത്തെ ഫുഡ് ടൈമിങ്സ് ചേഞ്ച് ആയി പോകും. അപ്പോൾ നമുക്ക് തന്നെ ഫുഡിനോട് ഒരു എന്താ പറയുക, ഒരു ആക്രം തന്നെ ഒന്നല്ല. നമുക്കൊരു ഫുഡ് കൊടുക്കുന്ന റെസ്പെക്റ്റ് അങ്ങനെയൊന്നല്ല. പക്ഷെ നമ്മൾ ടൈം കഴിച്ചാലാണ് അതിൻ്റെ ഒരു രസം. ഓക്കെ, അത് കൊണ്ടാണ് കേട്ടോ. പിന്നെ നോക്കട്ടെ നമ്മൾ പ്ലാൻ ആക്കാം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്. സ്കൂൾ കാക്കും ഞാൻ പേടിപ്പിച്ചാൽ രാവിലെ കുട്ടികളോട് ഹാൻഡിൽ ചെയ്യാൻ എന്തോ ബുദ്ധിമുട്ടായിരുന്നു. ഇതാ ആൾക്കാർ നോക്കുന്നേ. നോക്ക് ആൾക്കാർ നോക്കുന്ന എന്താ ആൾക്കാർ നോക്കുന്നു. പറയാൻ ആൾക്കാർ എന്തെങ്കിലും പറയാനുണ്ടോ? മടിക്കണ്ടോ ആൾക്കാരോട് ഉമ്മടിക്കുന്ന ചൊല്ലു. നീ എന്താക്കി ഉമ്മടിക്കോ? നീ എന്താക്കി ഉമ്മടിച്ചത്? എന്തിനാ നിനക്ക്? എന്തിനാ ഉമ്മടിച്ച്? നീ എന്തെങ്കിലും തപ്പാക്കന്ത് മടിക്കടാ. നീ തപ്പാക്കിയത് പറ. ഇല്ല, നീ തപ്പ് എന്താ ചെയ്യണം? തപ്പ് എന്താ ചെയ്തത്? അങ്ങനെ അടിച്ചത് വെറുതെ കടിക്കൂല. എന്താ തപ്പ് ചെയ്തു? എന്തെല്ലാം വന്നല്ല ഡോണട്ട് വിത്ത് ന്യൂട്രലായിട്ട് ബണ്ണിൻ്റെതാണ്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം എന്താ പീനട്സിൻ്റെ പ്രോട്ടീൻ ഹസ്ബൻഡ് സ്പ്രെഡിലുള്ളത് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് കേട്ടോ. അപ്പം അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു. ഡോണട്സ് പോലാക്കി കൊടുക്കുന്നു.
ആർക്കില്ലേ ഇപ്പൊ ബെൽറ്റ് ഇവിടെ ഫുഡിന്റെ കാര്യമാണ്. ഫുഡിന്റെ ഭയങ്കര അതൊരു ഇതുണ്ടല്ലോ കൊച്ചുള്ളി വെച്ചത്. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ടിയാവട്ടെ. ഞാൻ പുറത്ത് വെക്കും കുറച്ച് എടുക്കുന്ന ഒരു അരമണിക്കൂർ മുമ്പ്. എനിക്കിഷ്ടം എന്നിട്ടുള്ള പേരുണ്ടോ നല്ല. അപ്പം ഇഷ്യൂ കൊടുക്കാണ് കൊണ്ടുപോയിട്ട് എന്നാ ഇഷ്യൂ ടേസ്റ്റ് ഉണ്ടല്ലേ എങ്ങനെയുണ്ടോന്ന്. ഹൗ ഇസ് ദിസ് ഡോണറ്റ്സ്? സൂപ്പറാ? ഇഷ്ടപ്പെട്ടാ? ഉമ്മ എന്താക്കുന്നതെന്ന് വെച്ചാൽ ഉമ്മ ചായ വയ്ക്കാണ് കിച്ചണിൽ. ഉച്ചക്ക് ചായ കേട്ടോ. കടി എന്തല്ലേ ചായത്തുക? കൈ എന്നെ കടിച്ചാൽ മതി. കടി അതന്നെ കടി. ബിസ്മല്ല പറഞ്ഞാൽ മതി പറയും. ഇതെല്ലാം കുട്ടികൾ അവർക്ക് ദേഷ്യം വരുമ്പോഴത്തെ ഞാനിതാ ഇപ്പം നാളെ നമ്മൾ വീലാണ്ട് പോകാൻ പ്ലാനാണ്. അപ്പം ഇങ്ങനെ കുറച്ച് പാക്കെല്ലാം ചെയ്യാൻ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കണം. അതിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇന്ന് എന്താണ് വൈകുന്നേരം എന്താ ചെയ്യുന്നറിയില്ല. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് നമുക്ക് മടിക്കെടുക്കാം. ഇത് മഴ സ്പെഷ്യൽ ബീഫ്. എന്തിനും ഇത് ബീഫിലെല്ലാം മണ്ടലം ഫ്രൈയാ ഇത് പടക്കതാ. ഇവിടെ ഉച്ചക്കുണ്ടാക്കിയ ഫുഡാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ദാലുണ്ടായിരുന്നു, ദാൽ പാത്രത്തിൽ ഉണ്ടാക്കിയതാണ്. ഫ്രൈ വേറെ 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 ഫുഡ് ഉണ്ടാക്കിയില്ല. പക്ഷെ ഇതിൻ്റെ സ്പെഷ്യലായിട്ട് ഞാൻ കാണിക്കാണ്. അല്ലമ്മ അമ്മൻ്റെ സ്പെഷ്യൽ ഇത് ഭയങ്കര ബീഫിൻ്റെ കുക്കിംഗ് ഉണ്ടാകും. ആ കറി സ്പെഷ്യൽ. ഉമ്മാൻ്റെ സ്പെഷ്യൽ അല്ല, കറി സ്പെഷ്യലാണ്. ഉമ്മൻ്റെ സ്പെഷ്യലാണ് കറി സ്പെഷ്യൽ. ഇന്നതന്നെ കറി സ്പെഷ്യലാണ് വെള്ളം കഴിക്കുന്നത്. നിന്റെ റിങ് തട്ടിട്ടത് സ്റ്റാറ്റസ് ചെയ്യില്ല. നിന്റെ റിങ് പാത്രത്തിൽ തട്ടിട്ട് സ്റ്റാറ്റസ് ചെയ്യില്ല. സ്റ്റാറ്റസ് പറഞ്ഞാൽ കുക്കിങ്ങാക്കാൻ പറ്റില്ല. അബ്ബ എന്തോ ഒരു ഡെക്കറേഷൻ വാഹിയ. ഇല്ലെങ്കിൽ കൈ മതിയായിരുന്നു. ഈ സാധനം വന്ന ശേഷം കയ്യിലില്ല. ഈ സാധനം തന്നെ വേണം. ഉമ്മയുടെ വായാവുന്ന നോക്കൂ. ലെമൺ പിയുമ്പോൾ ഇപ്പം ശരിയാക്കട്ടാ. ഇപ്പം ശരിയാക്കി. ഇല്ലെങ്കിൽ അല്ല ആക്ഷൻ അവിടെ ലെമൺ പിയുന്നു. വായൻ്റെ ആക്ഷൻ ആവുന്നത് ഇപ്പം കരിക്കിട്ടു. കയ്യിലാവുന്ന പണിയൊക്കെ വായിലാവുന്നുണ്ട്. വെള്ളമൊക്കെ വയ്ക്കുന്നുണ്ട്. ബായിലല്ലേ തിന്നത്. നാലെന്തമ്മ പരിപാടി? നാലമ്മ അടിച്ചു പൊളിക്കുന്നു. നാളെ വീലാണ്ട് പോകുന്നു. ഉമ്മ അടിച്ചു പൊളിക്കുന്നു. ആരെൻജോയ് ചെയ്തില്ലെങ്കിൽ എന്താ, ഉമ്മ എൻജോയ് ചെയ്ത് ജീവിക്കുന്നു. അല്ലമ്മ എന്താ അടിച്ചു പൊളിച്ചു. നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കണ്ടില്ലേ? നമ്മളെ വണ്ടർലാലും ഒക്കെ വീഡിയോസ്. എൻ്റെ ബ്രദർ ചോദിച്ചുകൊണ്ടായിരുന്നു ഇന്നാളത്തെ മിഞ്ഞാന്നുണ്ടാക്കിയ പുഡിങ് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റി ആയിരുന്നിട്ടാ. അതെന്നെ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. നാലെല്ലാം മറ്റൊന്നുണ്ട്. ഇത് പൊണ്ടപ്പെട്ട പുഡിങ് അത് കരിക്ക് കിട്ടുന്നില്ല. എടുക്കുക ഇത് കരിക്ക് ബൊണ്ടുന്നതാവണം. നോമ്പിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ വീട്ടിലുണ്ടാവും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നാണ് പറഞ്ഞുകൊണ്ടായിരുന്നു നോക്കാം ഇൻഷാല്ലാ ഫ്രൈഡ് ഉണ്ടാക്കാം. പിന്നെ അവൻ പോകുന്ന ദിവസം ഉമ്മാൻ്റെ സ്പെഷ്യൽ ഫുഡ് ഇങ്ങനെ ബീഫ് വറ്റിയതും മറ്റിയത് പത്തിര ഉമ്മ പ്രിപ്പയർ ചെയ്തിട്ട് ഉമ്മ ബോക്സിൽ വേണ്ടില്ലേ ഇപ്പോൾ പോകും. ഇത് ഫുഡ് പാർസൽ കൊണ്ടുപോകും. വേണ്ടേ വേണ്ടല്ലേ ബോക്സല്ല. ഇതിപ്പോൾ കുക്കർ സരി മുച്ചു. എനിക്ക് ഭയങ്കര പേടി കേട്ടോ കുക്കറിൻ്റെ കാര്യം. നല്ല പെസക്ക് സപ്പോർട്ടാ, കൈ സപ്പോർട്ട്. ഇത്ര വരെ ഉമ്മ ചെയ്തത് ഇനി ഞാനെന്തിനാ പേരിന. ശരിയായോ? എത്ര വർഷമായി ഈ കുക്കർക്ക്? എത്ര വർഷമായിട്ട് ഉമ്മ കുക്കർക്ക്? 50 അല്ല 20 വർഷമായിട്ടുണ്ട്. എൻ്റെ ഏട്ടത്തിക്ക് 8 വയസ്സിക്കുമ്പോൾ വാങ്ങിയതാ. 8 വയസ്സിക്ക് വാങ്ങിയതാ. ഇതാ ഇപ്പോൾ ഒന്നായിട്ടില്ല കേട്ടോ കുക്കർ. ഒരു കുക്കറിൻ്റെ കഥ. അപ്പോൾ ഞാൻ ഈ കുക്കർ വെച്ചാലുണ്ടല്ലോ ഞാൻ ഇവിടുത്തെ വട്ട ഓടിപ്പോകും. എന്താ വെച്ചാൽ ഈ കുക്കർ എപ്പോൾ ബ്ലാസ്റ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. 20 വർഷം ഇത്തല്ലേ 20 വർഷമായി കുക്കറിന്. പണ്ടത്തെ കുക്കറാണ്, പഴയ കുക്കർ അല്ലല്ല കേട്ടോ. വിസിലൊക്കെ ഇടയ്ക്ക് മാറ്റിക്കണം, ബെൽറ്റ് മാറ്റിക്കണം. പക്ഷെ ഇതും സ്റ്റീല് ഇപ്പോഴും ഒരേ പോലെ ഉണ്ടോ. ഇതൊക്കെ കൊണ്ടിട്ട്
ഇതിൻ്റെ സ്ഥലത്തിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കിച്ചൺ ക്ലീൻ ആക്കുക. നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കിച്ചൺ കുക്കിംഗ് ഉണ്ടാക്കുന്ന. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വയ്ക്കുമല്ലോ, ആകെ ടയർഡായിരുന്നു ഗൈസ്, ഫ്രീ ആയിട്ടില്ല. ഇതൊന്ന് ക്ലീനൊക്കെ ചെയ്തിട്ട് ഇതാ പാത്രങ്ങളൊക്കെ കറി ഇതാ ഓൾറെഡി കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ. വേറെ കറി ഉണ്ടാക്കി വെച്ച അതാ വേറെ കറി ഉണ്ടാക്കി വെച്ച കുക്കറാണത്. ഇവിടെ പാത്രങ്ങൾ ಇದೆಲ್ಲ ನಕಲ್ ಗಿಡವ ഇത് 6 മണിക്ക് എണിക്കണം പോണ്ടേ. പാത്രം വേസ്റ്റ് ഉണ്ട് ഒരുപാട് വയ്ക്കാം. വാഷിംഗ് മെഷീൻ കേടായി. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഐറ്റംസ് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, ഇതേപോലെയാണ് ചെയ്യുന്നത്. എന്താ ഓയിൽ കഴിഞ്ഞാ ഇതാ ബ്രഷ് ഇതൊക്കെ ഇഷ്ടമാണ്. ഇത് കണ്ടില്ലേ പകുതി അതിലൊന്നും ചെയ്തിട്ടുണ്ട് കേട്ടോ. തുടക്കുമ്പോൾ തേങ്ങ ചൊരണ്ടിക്കൊണ്ടിരിക്കുകയാണമ്മ. അബ്ബ തേങ്ങ ചൊരന്ന് ഇപ്പോൾ നിറച്ച അടിയുമ്പോൾ നോക്കുമ്പോൾ മിസ്സായത് തേങ്ങ കൊത്തിയത്. ഇങ്ങനെ ആരെങ്കിലും വത്തം കട്ട് ചെയ്യുന്നത് നോക്കിക്കണം ഗൈസ്. ഇങ്ങനെ വട്ടത് കട്ട് ചെയ്യുന്നത് ഉമ്മക്ക് സ്പെഷ്യൽ നോക്ക് വലിയ കത്തി. യപ്പ വത്തക്ക ഇത് മതി കട്ടാക്കണ്ട ഫുള്ള് ഫ്രിഡ്ജിൽ വെച്ചു. അത് മതി, പിന്നെ രാത്രി വറങ്ങുമ്പോൾ വേണം കഴിക്കാം. അപ്പോൾ നാഷ്ട ആക്കിയ ഉടനെ വത്തക്കാണ് കേട്ടോ. വത്തക്കൊന്ന് വെച്ചു, വാട്ടർമെലൺ, പിന്നെ പ്ലേറ്റിലേക്ക് വെച്ചു. ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. ചപ്പാത്തി അവിടെ ഉമ്മ പുട്ടിൻ്റെ പാത്രത്തിലാണ് വെള്ളം ചൂടുന്നത്. എങ്ങനെയുണ്ട് ചപ്പാത്തി ഉണ്ടാക്കി. എല്ലാം സ്പെഷ്യലാണ് കഴിച്ചു നോക്കൂ. ഇതൊന്നല്ല കേട്ടോ വെള്ളം ചൂടാക്കുന്നേ പുട്ടിൻ്റെ പാത്രത്തിൽ. എല്ലാം ടെക്നോളജി അല്ലമ്മ. ആരെങ്കിലും വിചാരിക്കും പുട്ടിൻ്റെ പാത്രത്തിൽ പുട്ടുണ്ടാക്കുന്നേന്ന്. ഇവിടെ ഞമ്മളെ വീട്ടിൽ പുട്ടിൻ്റെ പാത്രത്തിൽ വെള്ളം ചൂടാക്കുന്നു. ഉമ്മ ഇതെന്ത്ര പാത്രം ഉമ്മ കറിയിലിട്ട് ഇത് പുട്ട് പാത്രം എന്ന്. ഇതേത് പാത്രം? അപ്പം നമുക്ക് ചപ്പാത്തി കൊണ്ടുപോയി വയ്ക്കാം. അപ്പം ഞമ്മൾ നാഷ്ടൊക്കെ ഇന്ന് എല്ലാവരും കൂടി കഴിക്കുമ്പോഴുണ്ടല്ലോ, വാവ് അതൊരു സന്തോഷം തന്നെ വേറാണ് കേട്ടോ. ഇനി പുട്ടിൻ്റെ ചായ ഉണ്ടമ്മ. ഉമ്മണ്ട്. ഇത് ബീഫ് കറിയാ. ബ്രദർക്ക് ബീഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സൗദാൻ്റെ ഭയങ്കര നിങ്ങൾക്ക് മണത്തിട്ടുണ്ടാവില്ലേ. വാവ് മാഷാല്ല അൽഹംദുലില്ലാ. ഫൈനലി സോൾട്ട് ഉണ്ടോയെന്ന് നോക്കണം. ഉപ്പിട്ടല്ലേ ഉമ്മ? റെഡി. ഉമ്മ സ്പെഷ്യൽ ബീഫ് സുക്ക. തട്ടിടാ തട്ടി നീ തിന്ന്. അങ്ങനെ സ്പെഷ്യൽ ബേലക്കറി വേണ്ട. ബേലക്കറി വേണ്ട. ഈ കഴിക്കാവില്ല ബീഫ് കറി ഇട്ടിട്ട്. ബേലക്കറി അതൊക്കെ ചെയ്തത് ഒന്നും തന്നെയാണ്. ಬೇರೆ ತವ ಉಂಡಲ್ಲೇ ದಾಲ್ ಕರಿಗೆ ಬೀಫ್ ಕರಿ ಮಿಕ್ಸ್ ചെയ്തു. എങ്ങനെയുണ്ട് ഇത്ര വേല ദാൽക്ക് ഇങ്ങനെയുള്ള ബീഫ് കറി മിക്സ് ചെയ്തു കേടാക്കുമ്മ രാവിലെ ഫുഡ്. അപ്പോൾ അനിയൻക്കത് ഇഷ്ടമല്ല. അവൻ പറയും എപ്പോഴും ദാൽ കറിക്ക് ಬೇರೆ കറിക്ക് ബീഫ് കറി മിക്സ് ആക്കരുത്, വേറെ കുറച്ചെങ്കിലും ആണെങ്കിലും പ്രശ്നമില്ല, മാറ്റി വെച്ച് ചൂടാക്കിയാൽ മതി. ഇന്ന് നമുക്ക് മിക്സിങ് കറി ഇഷ്ടമല്ല. എന്തായാലും നമുക്ക് വത്തക്കാണ് കേട്ടോ. വത്തക്ക കഴിക്കുന്ന എൻ്റെ ഫേവറേറ്റ് വത്തക്കാണ് കേട്ടോ. വത്തക്ക കഴിക്കുന്ന ഉഷക്ക് ചപ്പാത്തി. എത്ര ചപ്പാത്തി വേണം? 2 ഇടണോ?
ബണ്ടോല നീ ഫുഡ് കഴിക്കും നീ അങ്ങനെ ചൊല്ലണ്ട പോകുമ്പോ തീർത്ഥമായി എടുക്കണ്ട വത്തൊക്കെ വെക്കണ്ട നമ്മ പറഞ്ഞു ആദ്യം തന്നെ നമ്മ ചൊന്തു തിന്ന വത്തക്ക ചപ്പാത്തി ഇടണ എത്ര കറിയിട ಬಾಲೆ ನೀ ಬಾಲೆ ಚಪಾತಿ ಮೇವು ಮೈಸಾ ಬಣ್ಣು ಒಗ್ಗ ಮುಗಿಕ എള്ളും മുള്ളുള്ള കറി നല്ല ടേസ്റ്റ് കാല് ഇറച്ചിനും ടേസ്റ്റ് ആവില്ല പാലട്ടോ പാലിപ്പിക്കുന്നത് പിന്നെ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റാണിത് സോ ഇതെന്താ വെച്ചാൽ ഓരോരോ കഷ്ണങ്ങൾ ആയിട്ടായിട്ട് ഓരോരോ കഷ്ണങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് പാലിലേക്ക് ഇടും കട്ട് ചെയ്തിട്ട് പാലിലേക്ക് ആഡ് ചെയ്യും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയ ഒരു സംഭവമാണ് ചൂട് പാലോടെ ഇട്ടപ്പോൾ ഇത് മെൽട്ടാവും മെൽട്ടായ ശേഷം ഞാൻ ഈ ഡാർക്ക് ചോക്ലേറ്റുള്ള സമയത്തൊക്കെ കോഫി ടീ അതൊന്നും കുടിക്കാറില്ല ഇതന്നെ മതി എന്ന് തോന്നുന്നു ഇതിൽ തന്നെ ഓൾറെഡി ലൈറ്റായിട്ട് ഷുഗറും ഉണ്ട് പിന്നെ ആ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടില്ലേ മെൽട്ടാവുന്നത് കാണുന്നുണ്ട് ഇത് സ്കിന്നിനെല്ലാം വളരെ നല്ലതാണ് അപ്പോൾ കൂടുതൽ ചോക്ലേറ്റൊക്കെ കഴിക്കാൻ ആഗ്രഹമില്ലാത്തവരൊക്കെ ചോക്ലേറ്റ് ഹെൽത്തിന് വളരെ നല്ലതാണ് വിതൗട്ട് ഷുഗർ ആവണമെന്നുള്ളൂ സോ അതിനാണ് കേട്ടോ ഡാർക്ക് ചോക്ലേറ്റിൽ ഡാർക്ക് ചോക്ലേറ്റാണ് ഹെൽത്തി മീൻസ് നമ്മൾ ഡയറ്റിൽ ആഡ് ചെയ്യേണ്ടത് ഇതാണിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും മിക്സ് ചെയ്ത് കൊടുത്തു ഓക്കെ ഇനിവേ ഞാൻ വരാം പാലബൈക്ക് വരാം കണ്ടില്ലേ ഇങ്ങനെ കാണുന്നത് ഇതൊക്കെ ഞാൻ കുടിക്കുന്നത് എൻ്റെ പീരിയഡ്സ് ടൈമിലാണ് കേട്ടോ നമ്മുടെ മൂഡ് സ്വിങ് ഉണ്ടാവും ഒരുപാട് സങ്കടമൊക്കെ ഉണ്ടാവും ടയർഡ്നെസ് ഫീൽ ആവും സോ നമുക്കൊരു ഹാപ്പി വേണം മനസ്സിലുള്ള മൂഡ് ഓഫ് ഒക്കെ ആവാതിരിക്കാൻ വേണ്ടി ചോക്ലേറ്റ് ഞാൻ മുമ്പൊക്കെ ഡയറി മിൽക്കൊക്കെ ചോക്ലേറ്റാണ് കഴിച്ചുകൊണ്ടായത് പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് ഇല്ലെങ്കിൽ കോക്കോ ബട്ടർ ടീ ഒക്കെ അപ്പോൾ കോക്കോ ബട്ടർ ടീ ഒക്കെ ഉണ്ടാക്കിയാൽ കയ്പ്പാണ് നല്ലോണം അപ്പോൾ അതിൽ പഞ്ചസാരക്ക് ഇടേണ്ടി വരും അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഞാൻ അമൂലിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്തുകൊണ്ടായത് പിന്നെ ഞാൻ ഇതാണ് കേട്ടോ എൻ്റെ ഫേസൊക്കെ നിങ്ങൾ കാണാൻ തന്നെ മനസ്സിലാവും ഫുള്ള് ടയർഡായിട്ടാണ് ഓരോ മൂഡ് സ്വിങ് എന്താണെന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോഴേക്കാണ് ഞാനിങ്ങനെ ഡാർക്ക് ചോക്ലേറ്റെല്ലാം ഇട്ടിട്ടൊന്ന് അത് കുടിക്കും അതായത് മിൽക്കൊക്കെ കുടിക്കും രാത്രി ഉറങ്ങുന്ന സമയത്ത് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ഒരുപാട് ഷോർട്ടായിട്ടാണ് വീഡിയോ എടുത്തത് വേറെ ഒന്നും പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നോർമൽ ഞാൻ ഉറങ്ങുന്ന ഒരു മണിക്കൂർ മുമ്പായിട്ട് പാൽ കുടിക്കാറുണ്ട് പാലിൻ്റെ കൂടെ ഹണിയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് ഷുഗർ കംപ്ലീറ്റ് ഉറങ്ങുന്ന സമയം കുടിക്കാറില്ല എനിക്കത് ശീലിച്ച് കഴിഞ്ഞതാണ് ഞാൻ ഒരുപാട് ഒരു 4 to 5 months ഞാൻ പാൽ കുടിക്കാതെ നിന്നിരുന്നു പക്ഷെ എനിക്കത് പറ്റുന്നില്ല സംടൈംസ് പാൽ വേണമെന്നൊക്കെ തോന്നും രാത്രി ഉറങ്ങുമ്പോൾ ഓരോരോ പ്രാവശ്യം എന്തെങ്കിലും ഗ്രീൻ ടീ അങ്ങനെയൊക്കെ കുടിച്ച് വരണം ചില സമയത്ത് ഞാൻ പാലാണ് കുടിക്കുന്നത് അപ്പോൾ പാൽ കുടിക്കുന്നത് കൊണ്ട് അങ്ങനെ വെയിറ്റൊന്നും കൂടുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ അന്നും ഇന്നും ഒരേ വെയിറ്റിലാണ് ബാലൻസ്ഡ് ഉണ്ടാവുന്നത് സോ അങ്ങനെയൊന്നും വെയിറ്റ് എഫക്റ്റ് വീഴുമെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മളൊന്നും കഴിക്കാതെ പട്ടിണിയിലിരുന്നിട്ട് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്താൽ കംപ്ലീറ്റായിട്ട് നമ്മളെ സ്കിന്ന് ഡല്ലാവും നമ്മൾ വയസ്സായ പോലെല്ലാം കാണും പക്ഷെ ഇങ്ങനെയുള്ള ഹെൽത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെയുള്ള ഡാർക്ക് ചോക്ലേറ്റെല്ലാം നമ്മളെ ഡയറ്റിലൊക്കെ ആഡ് ചെയ്താൽ നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും പിന്നെ അതായത് നമ്മളെ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് പട്ടിണിയിലൊക്കെ ഇരുന്നാൽ നമ്മളെ സ്കിന്നിന് ടൈറ്റ് ആവില്ല ലൂസ് ആവുമല്ലോ സോ റിങ്കിൾസ് എല്ലാം വരും ഇവിടെ റിങ്കിൾസ് അങ്ങനെയൊക്കെ ഒരുപാട് റിങ്കിൾസ് ഒക്കെ വരും അപ്പോൾ നമ്മൾ ഹെൽത്തി ആയ ഫുഡ് കഴിച്ചാൽ മാത്രമേ നമ്മളെ സ്കിൻ ടൈറ്റൻ ആവുന്നത് റെജുവൻറ്റ് നമ്മുടെ സ്കിന്നിന് വേണം
പിന്നെ കൊളാജനൊക്കെ നമ്മുടെ സ്കിന്നിന് വേണം. അപ്പോൾ ഈ ഡാർക്ക് ചോക്ലേറ്റെല്ലാം കുടിക്കുന്നത് കൊണ്ട് സ്കിന്നിന് വളരെ നല്ലതാണ്. ഞങ്ങൾ എന്തായിട്ടിരിക്കണമെങ്കിൽ നമ്മളെ ഡയറ്റിൽ റെഗുലറായ ഡയറ്റിൽ ഹെൽത്തി ഫുഡ് ഇത്തിരി കഴിച്ചാൽ മതി. ഇത്തിരി ഹെൽത്തി ഫുഡ് നമ്മൾ കഴിച്ചാൽ നമ്മളെ ബോഡി ഒബ്സർവ് ആവും. അൺഹെൽത്തി ഫുഡ് കഴിച്ചാൽ അതിനൊരു കാര്യമില്ല. എത്ര കഴിച്ചാലും നമ്മളെ ഒരുപാട് പ്രോബ്ലമേ ആവുമല്ലോ ഹെൽത്ത്. കുട്ടികൾക്ക് ഇത് അത്ര ഇഷ്ടപ്പെടില്ല, അവർ ഷുഗറൊക്കെ ഇടാൻ പറയും. അപ്പോൾ കുട്ടികൾക്ക് ഈ പാല് തണഞ്ഞ ശേഷം ഒരു എല്ലാം ചൂട് ഉള്ള സമയത്ത് കുട്ടികൾക്ക് കുറച്ച് ഹണി മിക്സ് ചെയ്ത് കൊടുത്താൽ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അത് വെയിറ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് ഒരു 30 days ഇത് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്ത് നോക്കും. തീർച്ചയായിട്ടും ഇത് 30-35 days തന്നെ ആ കുട്ടികൾ വെയിറ്റ് കൂടാൻ ചാൻസസ് കൂടുതലാണ്. കാരണം ഹണി വിത്ത് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് കേട്ടോ. അത് അങ്ങനെ ഒന്ന് നൈറ്റ് ഉറങ്ങുന്ന 1.5 മണിക്കൂർ മുമ്പായിട്ട് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ കുട്ടികൾ രാവിലെ 7 മണിക്ക് നിങ്ങൾ കുട്ടികൾക്ക് നന്നായി വയറ്റിൽ ഫുഡ് കൊടുക്കുക. 8:30 to 9 o'clock ബിഫോർ ഇത് കൊടുക്കുക. 9:30 to 10 o'clock അവർ വറക്കാൻ നോക്കുക. ഈ ഡ്രിങ്ക്സ് കുടിപ്പിച്ചിട്ട് 1 hour അവരൊന്ന് എന്താ പറയുക, അവരൊന്ന് ഡൈജസ്റ്റ് ആവാൻ വിടുക, വെറും വയറ്റിൽ വിടുക. ഓക്കെ. പിന്നെ ഒരുപാട് തടിയുള്ള കുട്ടികൾക്കൊക്കെ കഫക്കെട്ടെല്ലാം ഉള്ള കുട്ടികൾക്ക് മാക്സിമം രാത്രി ഉറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ജ്യൂസ് അവോയ്ഡ് ചെയ്തിട്ട് എന്തെങ്കിലും സിട്രിക്കുള്ള ജ്യൂസൊക്കെ കുടിപ്പിക്കുക. മീൻസ് ലൈം ജ്യൂസ് വിതൗട്ട് ഷുഗറാണ് കേട്ടോ. ഇല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ ഇട്ട ജ്യൂസ് ഒന്ന് രാത്രി ഉറങ്ങുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഹെൽത്തിയല്ല. സോ ഞാൻ ഡോക്ടറൊന്നും അല്ല കേട്ടോ, പക്ഷെ ഞാനിവിടെ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് കുഞ്ഞു ഹെൽത്ത് ടിപ്സാണ് പറഞ്ഞു തരുന്നത്. അത് എൻ്റെ പോലെ ബിഗിനേഴ്സ് കാണും കേട്ടോ. നോക്കുമ്പോഴാണ് എൻ്റെ വാഷ് മെഷീനൊക്കെ കേടായിക്കണം. പിന്നെ അത് എങ്ങനെ ശരിയാവുമെന്ന് എനിക്കറിയില്ല. ഇനി കയ്യിലാണ് കഴുകേണ്ടത്. കുറച്ച് ഡ്രസ്സൊക്കെ കയ്യിലൊക്കെ വാഷ് ചെയ്തിട്ടിക്കണം. നാളെ വീലാൻഡ് പോകണം. അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ ബാഗ് പാക്കിങ്ങും ഒക്കെയാണ്. ബാഗ് പാക്കിങ് മീൻസ് നമ്മൾ ഒരു ഡ്രസ്സ് കൊണ്ടുപോയാൽ മതി. നമ്മളെ മംഗലാപുരം വീലാൻഡ് പോകണമെങ്കിൽ വീലാൻഡ് പോകുന്നെങ്കിൽ വീലാൻഡ് അല്ല വീലാൻഡ് അമ്യൂസ്മെൻറ്റ് എന്താ അറിയില്ല, വീലാൻഡ് ഭാഗമായിരിക്കും. സോ പോകണമെങ്കിൽ 1 hour 2 hour ട്രാവൽ ഉണ്ട് ഇത്ര. സോ നമ്മൾ പ്ലാൻ ഇട്ടത് വിസ്മയ പോകണമെന്ന്. പക്ഷേ വിസ്മയ ഓൾറെഡി ഞങ്ങൾ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. സോ വീലാൻഡ് പോയിട്ടില്ല, അത് പുതിയതായിട്ടാവല്ലേ. അപ്പോൾ ഞാൻ വാഷ് മെഷീൻ കേടാവുന്നത് കൊണ്ടാണ് എല്ലാ ഡ്രസ്സ് കൊണ്ടുവന്ന് അവിടെ ഇട്ടിരുന്നത്. 2-3 തവണ ഞാൻ ട്രൈ ചെയ്തു, അത് ശരിയാവുന്നില്ല. എന്താണെന്ന് വാഷ് മെഷീൻ കാണിക്കണം. അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് ഡ്രസ്സൊക്കെ വാഷിലിട്ടു. അതൊന്നിപ്പോൾ വാഷ് ചെയ്തിട്ട് പിന്നെ പറഞ്ഞു, നിങ്ങൾ ഇതുപോലത്തെ മൂഡ് സ്വിങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റൊക്കെ കുടിച്ചിട്ട് സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വയ്ക്കുക. പിന്നെ സ്കിന്ന് മാത്രമല്ല കേട്ടോ, നമ്മളെ ആരോഗ്യം ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുക. നമ്മൾക്ക് നമ്മൾ തന്നെ ഉണ്ടോ എന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കാൻ. എന്തെങ്കിലും നമുക്ക് സംഭവിച്ചാൽ നമ്മളെ തന്നെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്. നമ്മളെ നോക്കാനോ പിടിക്കാനോ ആരും വരില്ല. സോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഹെൽത്ത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്നും ഹെൽത്തി ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. എന്ത് സങ്കടങ്ങൾ വന്നാലും അതിനെ ഫേസ് ചെയ്തിട്ട് ഇന്നല്ല നാളെ സോൾവ് ആവും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ ജീവിക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട്. ബൈ.